ഓക്കെ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ, സെപ്റ്റംബർ 19. പോയിന്റ് കാണിക്കുന്നുണ്ട്, കറക്റ്റ് പോയിന്റ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് എക്സാക്ട് സുമതി വളവ് ഗൈസ്. അങ്ങോട്ട് ഒതുക്കി എടുത്തു വേണ്ടി റൈറ്റിൽ എടുത്ത് ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ. സത്യമായിട്ട് സുമതി വളവിലാണ് ഗൈസ്. അമ്മ ഇങ്ങോട്ട് അമ്മ എന്തി ഒരു സ്ഥലം വരെ പോകാൻ വരുന്ന വാ. എവിടെയെന്ന് ചോദിക്ക്. നീ പോകുന്നതല്ലേ എനിക്കറിയാം. എന്തര നിങ്ങൾ നേരത്തെ പറയുന്ന കേട്ടു എവിടെ സുമതിയോളായി പോണെന്ന്. അമ്മയും വാ. ചെറുക്ക അവിടൊക്കെ ഇറങ്ങിയൊക്കെ നടന്ന് ആ കാട്ടിൻ്റെ അടി പിടിച്ചോണ്ട് ആരെങ്കിലും കൊല്ലും. അങ്ങനൊന്നും ഇല്ല. അവിടെ ഇറങ്ങിയിട്ട് നടന്നൊന്നും പോവല്ലോ. ഞാൻ ശരിയാവില്ല. സുമതി ചേച്ചിയെ കണ്ടിട്ട് എന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ വരത്തില്ല, അച്ഛൻ പേടിത്തൂറിയ. സുമതി വളയെ പോകാൻ വരുന്ന വാ. അച്ഛന് പേടിയൊന്നും ഇല്ലാത്തല്ലേ? ഇല്ലില്ല, എനിക്ക് പേടിയാ. അച്ഛൻ രാത്രിയിലൊക്കെ ഇറങ്ങി കളങ്ങാട്ടൊക്കെ പോകത്തില്ലേ? പക്ഷെ എനിക്ക് എന്ത് അയ്യേ പേടിത്തൂറി ധൈര്യം ഉണ്ട്. ധൈര്യം ഇല്ലായ്മയല്ല, പക്ഷെ ഇതിനകത്തൊന്നും നമ്മളൊരു മത്സര ബുദ്ധിക്കില്ല. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു സുമതി വളവിൽ പോകണമെന്ന്. ആ സിനിമയൊക്കെ ഇറങ്ങിയില്ലേ, എന്റെ വീടിന്റെ അടുത്തായിട്ടാണ്. പോയിട്ടത് പകല് പോലും ഞാൻ പോയിട്ടില്ല. രാത്രിയിൽ എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. അവിടെ കുറെ കോൺസ്പിറസികൾ ഉണ്ടെന്നൊക്കെ. ഓ ഞാൻ വെള്ളയല്ലേ, ഇനി എന്നെ ആരെങ്കിലും കണ്ട് പേടിക്കുമെന്തോ. അവിടെ പലതരത്തിലുള്ള ഗൂഢകഥകളും ഉണ്ടെന്നാണ് നോം അറിഞ്ഞത്. എന്തോ ഇടിവെട്ടിയിരിക്കുന്നേ. സത്യേ അമ്മ വരുന്നില്ലെന്ന്. അയ്യേ വാമ. രാവിലെ തൊട്ട് ഫുള്ള് പറഞ്ഞോണ്ടിരിക്കുക പോകുന്നില്ലേ. അതാ പേടിയില്ലെങ്കി വാ, പേടിയില്ലേ വാ. ഞാൻ തന്നെ പേടിക്കുന്നത്. വാന്നാ ഞാൻ വരാം. ഞാൻ ഒറ്റയ്ക്ക് കാറിന്റെ ബാക്ക് ചെയ്തോളാം. വന്നില്ല എനിക്ക് പേടിയാണെന്ന്. ചലഞ്ചാണോ? ഓക്കെ ഓക്കെ, അത് മതി. വെള്ളം വേണ്ട. നിങ്ങൾ എന്തോന്ന് കാണിക്കുന്ന? അവിടെ നാട്ടുകാരെ ഇളക്കാൻ പോവല്ലേ? ആള് പ്രത്യക്ഷ ഒരു പക്ഷേ വന്ന മുഴുവൻ അയ്യേ അയ്യേ, അതെന്തിനാ പേടിച്ചോടുവല്ലേ നമ്മളെ കണ്ടേ? അതെന്തൊരു വർത്താനമായി പോയി. ഞാനേ അതല്ല, ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് കേക്കുക. ഉരിഞ്ഞങ്ങ് നിന്നാ വേണമെന്നുള്ളവർക്ക് വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് വിശ്വസിക്കണ്ട. ഓഹോ, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. എന്താ? എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛനും സുമതി വളവിൽ പോയിട്ടില്ലല്ലേ? ഞാൻ സുമതി വളവിൽ പോകുന്നില്ല, അല്ലാതെ എനിക്ക് അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ അതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. 12:03 കേട്ടോ. അച്ഛാ വരുന്ന 1 മണിയാകുമ്പോഴേ ഇറങ്ങും. 1 മണിയാകുമ്പോഴാണ് റെഡി ആയിട്ട് ഇരിക്കുന്നല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ ടു സുമതി വളവ്. ഓഹോ ഓ ഓ, ആദ്യം തന്നെ പ്രശ്നം. എന്തോ സീനായി. അയ്യോ ഞാൻ പേടിച്ചേ പുറേ താരം. അമ്മ പേടിച്ച് പുറകെ താരം പിടിച്ചത്. ഈ വണ്ടിയിലെല്ലാം കുരുങ്ങിയാലും വേഗം സുമതി പിടിച്ചത്. നീ ആദ്യം വള്ളിയൊക്കെ അതൊക്കെ പിടിച്ച് നേരെ കെട്ടിവെച്ചേ. എന്നെ വിട്. ഞാൻ ഓടി ഇറങ്ങി അവിടെ. എന്നിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു വരൂ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും നമുക്ക്? ഇന്നലെയൊക്കെ പറഞ്ഞ് ഞാനും വരുന്നു വരാതിരുന്ന് നിങ്ങൾ വിചാരിക്കും എനിക്ക് പേടിയാണ്. പിന്നെ ഇത് മാറ്റിയതിന് പ്ലാൻ മാറ്റി എന്തിനാ? വേണ്ട ഉറങ്ങാന്ന് പിന്നെ ഒരു പന്നിയാണ് കേട്ടോ അത്. ഈ പന്നി പ്രേതത്തിന്റെ സിഗ്നൽ ആണോ? അല്ലല്ലേ, ഇതെന്താ ഇവിടെ വെക്കുന്നേ? ചീനി എല്ലാം മറിച്ചിട്ടേ ഈ പന്നികള്. കള്ളപ്പന്നി. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഓഫായി പോവും. പിന്നെ വെള്ള വസ്ത്രം ഇട്ട് ആരൊക്കെയോ നടക്കാറുണ്ട്. കണ്ണ് കത്തി നിൽക്കുന്ന പട്ടി, തീ കത്തി നിൽക്കുന്ന. ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് പന്നി കുത്തത്തെ വീട്ടിൽ മേപ്പിടാ. ഓ ഇട്ട് വെച്ചേക്കണ. ഓക്കെ ഗൈസ്, മാപ്പിട്ട് സ്റ്റാർട്ട്. ഇവിടുന്ന് ഏതാണ്ട് 38 മിനിറ്റ് എടുക്കും എത്താനായിട്ട്. 26 കിലോമീറ്റർ. നമ്മൾ നേരെ കടക്കൽ ടു പാങ്ങോട്, അവിടുന്ന് സുമതി വളവ്. അതാണ് റൂട്ട്. ഓക്കെ, സമയം 12:13. ബ്ലാക്ക് ഡോഗ്. ഇല്ലാത്ത പ്രേതം ഉണ്ടാവും.
നമ്മളെ കണ്ട പ്രേതമൊക്കെ ഓടും ദൈവമേ. ഞാൻ വണ്ടിയുടെ ബേക്ക് ഒറ്റയ്ക്കേ ഉള്ളു. അമ്മ ലോക്ക് കാറ് ലോക്ക് ഇട്ടേക്കണം കേട്ടാ. ഇടയ്ക്ക് നോക്കിയാലോ അടുത്തായാലും Okay guys, let's go. ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ പമ്പൊന്നും കാണത്തില്ല ചിലപ്പോ. ഇനി എണ്ണ ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ ചെന്നിട്ട് പെട്ടുകൊണ്ടാ. എന്തേ മാൻ ഫിയർ ആണോ? എണ്ണ അടിച്ചോണ്ടിരിക്കട്ടോ. 1000 കടിച്ച്. പെട്രോൾ എന്താ പോലെ 107 രൂപ. പച്ചവെള്ളത്തിൽ ഓടുന്ന വണ്ടി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അതെ മറ്റേ ഇല്ല പുതുമഴയായി ആ പാട്ടിടോ. പുതുമഴയായി ആ പാട്ട് ഇട്ടോ. ചോര കൊപ്പിളിക്കും ചിലര്. ഓ ദൈവമേ, അതിപ്പോ ഇട്ടേ പ്രേതം മൂട്. ഏത് മൂട്? പ്രേതം മൂട്. ഇവിടെ ഇപ്പൊ ദൈവം മോഡായി കേട്ടോ. ചന്ദ്രചൂടായി. പേടിച്ച് അയ്യേ പേടി. അയ്യേ പേടി. ബ്ലാക്ക് ഡോഗ്. എന്തുവാ ആള് സ്പീഡ് വരുന്നത്. എന്റെ അമ്മേ പട്ടി വരുന്നുണ്ട്. ഫുൾ സെറ്റ് മാട്ട് വിത്ത് എല്ലാം പോയി. അളിയാ പട്ടിയെ കണ്ടില്ലല്ലേ? കറുത്ത ഒരു മരുന്ന് പട്ടി. ഇതുകൊണ്ട് അടുത്തത് കരിമ്പൂച്ചൊക്കെ ചാടിപ്പോയി. ആണെന്ന് അമ്മ ആണെന്ന് റോട്ടി വന്ന പട്ടികളാട്ടോ. നിനക്ക് നഗരസഭക്കാരൊക്കെ പിടിച്ചോണ്ട് പോവും. നാക്ക് പോലും തിരിയുന്നില്ല. പിന്നെ ഞാൻ പോടേ. ഇനി ഏതാണ്ട് 7 കിലോമീറ്റർ കൂടെ ഉള്ളു കേട്ടോ സുമതിവളയിലോട്ട്. റോഡൊക്കെ ഭയങ്കര വിജനമായിട്ട് കിടക്കുക കേട്ടോ. ആരും ഇല്ല വഴിയിലൊന്നും. നമ്മള് അങ്ങോട്ടേക്ക് പൊക്കൊണ്ടിരിക്കുക. ഒരു വണ്ടി വരുന്നുണ്ട്. സുമതിയാണോ എന്തോ. വെള്ള ഡ്രസ്സ് മേടിക്കാൻ പോകാന്ന് തോന്നുന്നു. നമ്മള് ഇവിടുത്തെ ഫൂട്ടേജ് ഒക്കെ എടുത്ത് അവിടെ പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഈ ക്ലിപ്പൊന്നുമില്ല. ഫുൾ ബ്ലാക്ക്. എന്നാ പേടിക്കും. ആ ഉറപ്പാണ്. ഞാൻ പറയും ഫോണിന്റെ കംപ്ലൈന്റ് ആകും. ഇത്ര നാളെടുത്തിട്ട് കംപ്ലൈന്റ് ആയിട്ട് കട്ടർ എടുക്കണ്ടായിരുന്നു. സൈഡ് ഗ്ലാസിയുടെ കട്ട് എടുക്കാനുള്ളായിരുന്നു. ഓക്കെ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. സെപ്റ്റംബർ 19. ഈ എന്തുകൊണ്ടാ വെള്ളിയാഴ്ച ഇറങ്ങുമോ ഇങ്ങനെ? വെള്ളയും ചൊവ്വയും ഇവരുടെ ഡേ ആണ്. ഗോസ്റ്റ് ഡേ ആണ് സുമതി. ഞാൻ വണ്ടി ഓഫ് ചെയ്യും. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കി. അളിയനെ മിക്കവാറും അനങ്ങത്തില്ല. വെട്ടി അവിടെ അങ്ങനെ നിൽക്കും. ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാ. ഈ വലിയ മസിൽ പിടിച്ചൊക്കെ പോകുന്ന ആൾക്കാരത് അവിടെ പോയി പടമാവുന്നത്. ചിലവർക്ക് ഒരേ നാളൊക്കെ ഉണ്ട്. നാളുകാർക്കൊക്കെ കാണാൻ പറ്റും. എന്റെ നാള് ഇതാണ് ആയില്യം. നിന്റെ നാള് പൂരാടം. ആയില്യം നല്ല ഇതുള്ള. എനിക്ക് ആ നാള് മതിയായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഈ നാളിട്ടത് എനിക്ക്. ഞാൻ ഇട്ടതാണ് നിന്നെ അന്ന് പ്രസവിച്ചത്. നിങ്ങൾ മാറ്റി പ്രസവിക്കാൻ എന്ത് ചോദിച്ചു പഠിക്കും. അളിയേതാ? ഞാൻ രോഹിണിയാ? കൊറേ ഓടാ. സരസസുന്ദരി മണി നീ അലസമായി ഒരുങ്ങിയോ കനവു നെയ്ത ആത്മരാഗം. പേടി വരുമ്പോഴേ ഒച്ചയ്ക്ക് സൗണ്ട് ഉണ്ടാക്കാൻ നല്ല. അളി ഇറങ്ങും. ഇറങ്ങി. ഞാൻ വണ്ടി പുറത്തുനിന്നല്ലോ, ഞാൻ അകത്തുനിന്നല്ലോ. ഞാൻ ഇറങ്ങി കാണിക്കാം. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ സുമതി വളവിലോട്ട്. സുമതിയെ കണ്ടിട്ട് വേണ സുമതിയെ കാണാ. ആളിനെയൊക്കെ കാണുമ്പോ മനസ്സിന്റെ സമാധാനം. ഈ ഒരു സംഭവം ഇനി അങ്ങ് മാറും. ഇപ്പൊ വീടെ കാണുന്നില്ലേ, ഇതങ്ങ് മാറും. ഇനി കാടാവും. വെള്ളം തീർന്നോ വണ്ടിന്റെ? വെള്ളമില്ല.
വെള്ളം ഉണ്ടായിരുന്നല്ലോ നേരത്തെ. വെള്ളം തീർന്നോ? വരുന്നില്ലല്ലേ വെള്ളം? അളി ഒരുമാതിരി എന്നെ ഫിയർ ആക്കല്ലേ ഇടം. എന്തോ ഈ റോങ് വൈബ് അടിക്കുന്നേ. നേരം കൊണ്ട് ഓടി അടിക്കടിക്കുന്നു. എത്താറായിട്ടോ, 3 മിനിറ്റ് കൂടെ ഉള്ളു. ഭയങ്കര ഒരു ആളും അനക്കൊന്നും ഇല്ലാത്ത ഒരുമാതിരത്തെ ഒരു സ്ഥലം കേട്ടോ. അളിയനെ ഇളകി പോയി, കയ്യിൽ നിന്നൊക്കെ പോയിരിക്കുവന്ന്. ഇങ്ങോട്ടൊരു കാട്ട് ഏരിയ പോലത്തെ സ്ഥലം കേട്ടോ. ഇങ്ങോട്ട് 2 സൈഡും കാടാണ് സുഹൃത്തുക്കളെ. ഇനി ജസ്റ്റ് 1 മിനിറ്റ് കൂടെ. ഇത് ഒരുമാതിരി കാട്ട് ഏരിയ ആണ് കേട്ടോ. 2 സൈഡും കാടാണ്. നോക്കിയേ. ആ ഇവിടെ അമ്മ, ഇവിടെ ഇവിടെ എത്താറായി. ഇതാണ്ട് ഈ ഒരു നല്ലൊരു വളവുണ്ട് അവിടെ. 800 മീറ്ററും കൂടെ. വണ്ടിക്കകത്തല്ല, അത് വാച്ചിനകത്താണ്. ദൈവമേ, കയ്യിൽ പോയി, അമ്മയുടെ കയ്യിൽ പോയി. ഇനി 600 മീറ്ററും കൂടെ. 600 മീറ്റർ കൂടെ. പിന്നെ മൈലേജ് ഒത്തിരി കൂടി. 242 കിലോമീറ്റർ ഓടാനുള്ള എണ്ണയുണ്ട്. അടേ ചുമ്മാ അങ്ങേരി കേട്ടോ, വെറുതെ അങ്ങേരി. പിന്നെ ഏതാണ്ട് ഈ പോയിന്റ്. എത്താറായി ഈ പോയിന്റ്. അമ്മ ഫ്രണ്ട് വന്നിരിക്കണേ. പേടിക്കണ്ട, ഞാനില്ലേ പപ്പേ, ഡോണ്ട് വറി. നമ്മള് എത്തി കേട്ടോ, എത്തി ഓൾമോസ്റ്റ് എത്തി. ഓക്കെ പോയിന്റ് കാണിക്കുന്നുണ്ട്, കറക്റ്റ് പോയിന്റ് കാണിക്കുന്നുണ്ട്. സുമതി വളവ് ഗൈസ്, ഇതാണ് സുമതി വളവ്. ഇതാണ് ഗൈസ് സുമതി വളവ്. ഓക്കെ സുമതി വളവ് അവിടെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്, വേണ്ട അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോവാ. ഇനി നമുക്ക് ഒന്നും കൂടെ വണ്ടി ഇരിച്ചിട്ട് അങ്ങോട്ട് പോവാം. തിരി പക്ഷെ ഈ സ്ഥലം ഇവിടെ പ്രേതം ഭൂതം സംഭവങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ഇത് ഒരുമാതിരത്തെ വല്ലാത്തൊരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ താഴെ വീഴുത്. അതുകൊണ്ട് ഇത് വേറൊരു സൈസ് ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലൊന്നും ആൾക്കാർ ഇങ്ങോട്ടൊന്നും വരില്ല കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആണ്. ഇതാണ് എക്സാക്ട് സുമതി വളവ്. ഈ വളവ് നോ വണ്ടി എടുത്ത് അങ്ങോട്ട് ഒതുക്കി എടുത്ത് വണ്ടി റൈറ്റിലെടുത്ത്. ദിസ് ഈസ് എക്സാക്ട് സുമതി വളവ്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ആണുള്ളത് കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്. ഓക്കെ ഇവിടെ വരെ വന്നിട്ട് ഇറങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. സത്യമായിട്ട് സുമതി വളവിലാണ് ഗൈസ്. എക്സാക്ട് സുമതി വളവിലാണ് നിൽക്കുന്നത്. ഫുള്ള് ഇരുട്ടാണ്ട് ഒന്നും കാണത്തില്ല. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിക്കുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി. ഈ സ്ഥലം വന്നിട്ടൊരു വല്ലാത്ത സ്ഥലം കേട്ടോ. ഇവിടെ ഇങ്ങോട്ടൊന്നും ആളും അനക്കവും സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിലൊന്നും ആരും ഇങ്ങോട്ടൊന്നും വരണ്ട. ഞാൻ ജസ്റ്റ് ഇതാക്കിയത് മാത്രമേ ഉള്ളൂ. എന്തോ അളിയെന്തോ അവിടെ നിന്ന് മൂത്രം ഒഴിക്കണം. അവിടെ എന്താ കുറ്റിയാണോ? അതെന്താ നിൽക്കുന്നത്? അത് കുറ്റി. പിന്നെ അമ്മ ടോർച്ച് എന്തിയമ്മ? അമ്മ ഇറങ്ങിയോ? ടോർച്ച് എടുത്തോണ്ട് വന്നു. ഇരുട്ടത്ത് ഒരു വാക്കിന് പോവില്ലേ. സുമതി പണ്ട് റേഷൻ കടയിലൊക്കെ കൊണ്ടുപോയി അരിച്ചാക്ക. അതുകൊണ്ട് എന്റെ മണ്ട ഇട്ടേക്കണുണ്ടോ? അയ്യേ എന്ത് പറ്റി? അമ്മയ്ക്ക് മുട്ട പേടിയാണ്. വെട്ടമൊക്കെ ചുമ്മാ അടിച്ചു നോക്കാം. എന്ത് വേണ്ട കേസ് നോക്ക്. ഇവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നില്ലേ ആ സ്പോട്ട്, ഈ കുഴിയില്. അമ്മ ഇങ്ങോട്ടൊക്കെ. അമ്മ എന്തി? അമ്മ അകത്ത് കേറിയാ? അമ്മ അകത്ത് കയറി. അമ്മക്ക് പേടി. നമ്മൾ വന്ന് ഇറങ്ങി.
പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു വളവ്, പിന്നെ ഇരുട്ടായോണ്ടൊന്നും കാണത്തൊന്നുമില്ല. ഇത് ഞാൻ ലൈറ്റും ഞാൻ നീ കേറിഞ്ഞോട്ട് ചുമ്മാ അടിച്ചു നോക്കട്ടെ. പക്ഷെ ഇതുവഴി ഉണ്ടല്ലോ ഗൈസ്, എന്തേലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. വാട്ട് ഈസ് ദിസ്? ഇത് വാഴപ്പിണ്ടി കേട്ടോ, വാഴ വെട്ടിയിട്ടേക്കാം. വണ്ടി ഓഫായി. പ്രത്യേകിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ പേടിച്ചേട്ടാ നല്ലണക്ക്. അമ്മ ഡോർ അടഞ്ഞപ്പോ അവിടെ കിളി പോയി. ഇറങ്ങിയപ്പോഴേ ഡോറ് ചോന തുറന്നില്ലായിരുന്നു. ഇത് തനിയെ വന്ന് അടച്ചപ്പോ ഞാൻ പേടിച്ചു പോയി. ഇങ്ങോട്ടുള്ള സ്ഥലം ഭയങ്കര ഒരുമാതിരി കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഇത് മാത്രമല്ല, ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഒരുമാതിരത്തെ ഒരു ബാഡ് വൈബ് അടിക്കും. കാരണം മെയിനായിട്ട് ഇവിടെ ആൾ താമസം എന്ന് പറയുന്ന സംഭവം ഇങ്ങോട്ടില്ല. രണ്ട് സൈഡും ഭയങ്കര കാട്, വേറെ വണ്ടികളില്ല. ഇവിടെ അങ്ങനൊന്നുമല്ല. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ആൾക്കാര് വെള്ളമടിക്കാനും ഇതിനൊക്കെ കാര്യത്തിനൊക്കെ വരുവോ ആൾക്കാർ ഇങ്ങോട്ട്, വേറെ ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് മിക്കവരും പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വേറെ അങ്ങനത്തെ സീനൊന്നും ഇല്ല. പിന്നെ നമ്മൾ അവിടുന്ന് ബിൽഡ് ചെയ്ത് നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ട്, ഇവിടെ എന്തോ സംഭവം ഉണ്ട്, നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു പേടി വരുന്നത്. അല്ലാണ്ട് ഇവിടെ വേറെ സീനുള്ള സ്ഥലമൊന്നുമല്ല. പിന്നെ ചിലപ്പോൾ ഈ കാട്ടിന്റെ ഇടയിൽ ആരെങ്കിലും ഒക്കെ കയറി ഇരിക്കുന്നോന്നും അറിയത്തില്ല. അതിന്റെ ഒരു പ്രേതങ്ങളെ പേടിയില്ല, മനുഷ്യരെ അത് പേടിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ വള്ളി പിടിച്ച് വെക്കണ്ട. കാരണത്തെല്ലാം കയറിയോ മമ്മി? നിങ്ങളുടെ കണ്ണൊക്കെ എന്താ ഇങ്ങനെ? ഓക്കെ ഗൈസ്, നമുക്കൊരു അമ്മ ഇന്ന് കേറി ഇഞ്ഞ് വന്ന് അമ്മക്ക് ബാക്കിലോട്ട് ഇരിക്കാൻ വയ്യ, ഫ്രണ്ട് ഇരിക്കണോ? അമ്മ ഉറങ്ങാൻ കിടന്ന ഇന്നിപ്പോ ഉറങ്ങാനും പറ്റൂല. ഞാൻ ഫ്രണ്ട് ഇരിക്കുന്നവരല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. ഇതിലും നല്ല ഫ്രണ്ട് ഇരിക്കുന്നതാ. ഓക്കെ അല്ലേ? ഓ അമ്മയുടെ കിളി പോയി, കണ്ണൊക്കെ അറിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോ എനിക്ക് പേടിയായി. കൊച്ചു തിരിഞ്ഞു വന്നപ്പോ ഞാൻ വെളിയിലില്ലാത്തോണ്ട് കൊച്ചു. അപ്പൊ ഞാൻ പേടിച്ചു ചെറുതായിട്ട്. അത് തിരിഞ്ഞപ്പോ അമ്മയെ കാണുന്നില്ല. അമ്മ എന്ത് വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലേ? ഇവര് കാറിനകത്തിരുന്ന് നോക്കുന്നിരുന്ന് കാറിനകത്ത് ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ അമ്മ പിന്നെ താഴെ കുഴിയിലോട്ട് പോവുക. എനിക്ക് പേടി. ഞാനത് ബനാന പപ്സ് സ്കൂളിൽ പോകുമ്പോ എന്റെ ഫേവറേറ്റ് സാധനം അതാ. മുട്ട പപ്സ് ഇല്ലെങ്കിൽ ബനാന പപ്സ്. ഇപ്പൊ എടുത്ത് വായിലിട്ട് അണ്ണാക്കോളും. പേടിച്ച് തൂറിയതല്ലേ കുടി. സൂപ്പർ ആയിരുന്നു വെച്ചാ. ആളും വീടൊന്നുമില്ല, ആളില്ലാത്ത സ്ഥലമാ. മൊത്തം ബിയർ അവിടെയൊക്കെ മൊത്തം അങ്ങനത്തെ ഒരു കച്ചട ഒരു സ്ഥലം. ബൈക്ക് യാത്രക്കാർക്കാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ബൈക്ക് യാത്രക്കാർ വീടുന്ന് ഒരു ചരിവ, വളവും ചരിവും കൂടെ. അവിടെ ചരല് ഒന്നിറങ്ങും, മണ്ണ് എന്നാലും എന്താ വരാൻ ഒന്നുകൂടെ വരുന്നത്. ഓ പിന്നെ ഫിയർ. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ചു നേരം ഇറങ്ങി നിന്ന് ഞാൻ ടോർച്ചൊക്കെ അടിച്ചു നോക്കി. പിന്നെ കുറച്ച് കാണുന്നില്ല. നമ്മളവിടെ ചെന്ന ടൈം ഏതാണ്ട് 1 മണിയാ 1:15 കണ്ടായല്ലേ. 1:15 കണ്ട അവിടെ ചെന്ന് കയറിയത്. വെറൈറ്റി സാധനം. ചുമച്ചി ചുമച്ചി ഇത് എന്തിനാ കാണിക്കുന്ന? നമ്മള് ചുമച്ചിയെ കണ്ടില്ല. ചുമച്ചി ചേച്ചിയെ കണ്ടു. ചുമച്ചി ചേച്ചി ഇല്ല. എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വിശ്വാസവും ഇല്ല. പക്ഷെ ഒരു പേടിയുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, അതുണ്ട്. വിശ്വാസം അധികം ഇല്ല. അങ്ങനത്തെ ഒരാളാ ഞാൻ കണ്ടാ പേടിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ ചിലപ്പോൾ ഞാൻ പേടിക്കുമായിരിക്കാം, പക്ഷെ ഒത്തിരി വിശ്വാസമില്ല. എന്നാ ഇച്ചിരി പേടിയുണ്ട്. ആ കാറ്റഗറിയാ ഞാൻ. നിങ്ങൾ ആ കാറ്റഗറി ആണോ ഇല്ലത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്ക് തീരെ വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. ഓക്കെ. അമ്മയ്ക്കോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് പേടിയുണ്ട്. അച്ഛൻ? ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നാണ് പറയുന്നത്. അച്ഛൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഏർപ്പാടിലൊന്നും ഞാനില്ല. ഞാൻ അതിനകത്ത് വാശി കെട്ടാനും ഞാൻ ആളല്ല. വിശ്വസിക്കുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം. എന്റെ കൂടെ വന്നാ മതി. മറ്റേ ഇതാണോ ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചത്? ഇങ്ങനെ നിന്നാ ഉരിഞ്ഞിട്ട് നീ
ഇതൊക്കെ വിശ്വാസല്ലേ? ഞാൻ കാണിച്ചു തരാം. മുണ്ടഴിഞ്ഞ് നിന്നാ അത് പ്രേതം പേടിച്ച് ഓടിക്കോളൂ. ഏകദേശം അത്രേ ഉള്ളൂ. ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി എങ്ങോട്ടെങ്കിലും പോണം അമ്മയ്ക്ക് രാത്രി? അമ്മ ഉറങ്ങാൻ കിടന്നേ കേട്ടോ, ഞാൻ വിളിച്ച് എഴുതിപ്പിച്ച് കൊണ്ടുപോയതാണ്. ഏകദേശം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് പറയും. ബൈ.